നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. കാരണം വിദേശത്ത് ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് 2020 വരെ ബാങ്കിൽ നടന്ന ക്രയവിക്രയത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഈ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ ജോലി ചെയ്യുന്നതെന്ന ഗുരുതര ആരോപണവും ഇപ്പോൾ കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഷോൺ ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ന് വരെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ള ആ വാദഗതികളിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ നിന്നോ ഒന്നും തന്നെ ഷോൺ ജോർജിന്റെ മതിയായ രേഖകളില്ല, അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ മതിയായ രേഖകളില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് വ്യക്തമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബാങ്കിന്റെ പേര്, ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഏത് ബാങ്കിലാണ് കൃത്യമായി തന്നെ അക്കൗണ്ട് നമ്പർ അടക്കം ആരുടെ പേരിലാണ്, ഏത് കമ്പനിയുടെ പേരിലാണെന്ന്, വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അതിലെ സിഗ്നേച്ചറീസ് ആരാണ് എന്നുവരെ കൃത്യമായി തന്നെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് CPM-ഓ മുഖ്യമന്ത്രിയോ പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ വീണയോ ഒന്നും തന്നെ, വീണ വിജയനോ കമ്പനിയുടെ ഓണറായ വീണ വിജയനോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യമില്ല എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ എല്ലാവരും കാണിക്കുന്നതാണ്. എന്നാൽ അത് പറയാൻ പിണറായി വിജയന് കഴിയില്ല, പ്രതിരോധത്തിലാണ് എന്ന് വ്യക്തമാകുന്നു. അതായത് കോടികളുടെ ഇടപാടുകളാണ് ഈ ബാങ്ക് അക്കൗണ്ട് വഴി, അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ബാങ്ക് ബാലൻസ് തന്നെ കോടികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കോടികൾ ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് പോയതെന്നതിൻ്റെ വരെയുള്ള വിവരങ്ങൾ ഷോൺ ജോർജിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും വീണ വിജയനും പിണറായി വിജയനും ഒക്കെ പ്രതിരോധത്തിൽ തന്നെയാണ് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം വിദേശത്ത് പോയി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും കമ്പനി അവസാനം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ അവസാനിപ്പിക്കുകയും വിദേശത്ത് വഴി അവിടെ വെച്ചാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയത് എന്നുള്ളതുമൊക്കെ നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. പിണറായി വിജയന്റെ വിദേശയാത്രയെ സംബന്ധിച്ചും വീണ വിജയന്റെയൊക്കെ വിദേശയാത്രകളെ സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. പക്ഷെ അന്നൊന്നും ഒന്നും മിണ്ടാതെ വിദേശയാത്രയ്ക്ക് ചികിത്സയ്ക്കാണ് പോകുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഇപ്പോൾ റീസെൻ്റായി നടന്ന വിദേശയാത്ര പോലും സംശയത്തിൻ്റെ നിഴലിലാണ്. പെട്ടെന്ന് ആ ഷെഡ്യൂള് വെട്ടിച്ചുരുക്കി തിരിച്ചു വന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പോയത് എന്നാണ്. ഏതായാലും CMR-ലുമായി ബന്ധപ്പെട്ടുണ്ടായ അതുപോലുള്ളൊരു ചെറിയ വിവാദം, അല്ലെങ്കിൽ അതും ഒരു കോടിക്കണക്കിന് രൂപയുടെ ഡീലാണെങ്കിൽ പോലും അതിലും എത്രയോ കോടി രൂപയുടെ ഡീലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും അതുപോലെ തന്നെ ലാവ്ലിൻ കമ്പനിയും അടക്കം ഈ അതിലേക്ക് വന്ന പണം അടക്കമുള്ളവ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ അഴിമതിയുടെ ഭാഗമാണ്. അതായത് പിണറായി വിജയൻ നടത്തിയ എല്ലാ അഴിമതികളുടെയും ആ അഴിമതികളുടെ ഇടനില അല്ലെങ്കിൽ മകൾ വഴിയാണ് ഈ അഴിമതികൾക്കെല്ലാം കളമൊരുക്കിയതും തന്നെയാണ്. ഇത് വീണ വിജയന്റെ കമ്പനി എന്നതിലുപരി ഒരു ഷെൽ കമ്പനിയാണോ എന്ന സംശയം എല്ലാവർക്കും ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആ ഷെൽ കമ്പനിയാണോ എന്ന സംശയം അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴും അതിനു മുമ്പുമൊക്കെ ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് കളമൊരുക്കാനാണോ ഇത്തരത്തിലുള്ള ഒരു കമ്പനി തുടങ്ങിയത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോൺ ജോർജ് ഏതായാലും വ്യക്തമായി പരാതി അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ SFIOയ്ക്കും ഒക്കെ നേരിട്ട് നൽകിയിട്ടുണ്ട്, അതുപോലെ കോടതിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ജയിലറയ്ക്കുള്ളിൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രക്ഷിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അച്ഛന് വേണ്ടി ജയിലിലേക്ക് പോകുന്ന മകളായി ഇപ്പോൾ വീണ വിജയൻ മാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ പല മുഖ്യമന്ത്രിമാരുടെയും മകളൊക്കെ നേരത്തെയും അകത്ത് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും തീർച്ചയായും അത് തന്നെ സംഭവിക്കും. ഒരു മന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ആയിരിക്കുന്നിടത്തോളം ഈ അഴിമതിയുടെ വല എത്രമാത്രം വലുതാണ് എന്ന് ചിന്തിക്കാൻ
അല്ലെങ്കിൽ അതിന് പാഴൂർ പടിപ്പരപ്പോയിൽ പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അഴിമതിക്ക് കളമൊരുക്കിയിട്ടുണ്ട് വീണ വിജയന്റെ കമ്പനി, എക്സാലോജിക് എന്ന കമ്പനി എന്ന് വ്യക്തമാകുന്നു. ഏതായാലും അധികം താമസിയാതെ തന്നെ വീണയ്ക്ക് ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.